ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതുപോലത്തെ ഒരു AI കമ്പാനിയൻ ഡോഗിനെ എങ്ങനെ ബിൽഡ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. സോ ഇവന് ഞാൻ പേരൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവൻ്റെ പേരാണ് ടോമി. സോ നമുക്കിന്ന് ടോമി എങ്ങനെ സിമ്പിളായിട്ട് ബിൽഡ് ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം. സോ ഒട്ടും വൈകാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ESP32 S3 സൂപ്പർ മിനി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചാർജിങ് മൊഡ്യൂൾ എടുത്തിട്ടുണ്ട്. I2C ഡിസ്പ്ലേ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു I2C മൈക്ക് എടുത്തിട്ടുണ്ട്. നമ്മുടെ SG90 സർവോ എടുത്തിട്ടുണ്ട്. അതിന് 4 എണ്ണം വേണം. ബോഡിയെല്ലാം 3D പ്രിൻ്റഡ് ആണ്. ബാക്കി ഞങ്ങൾക്ക് സെർവോസ് എല്ലാം കൊടുത്തെടുക്കാം. സോ മസ്റ്റായിട്ട് സെർവോ സെറ്റ് ചെയ്യുന്ന സമയത്ത് വയേഴ്സ് എല്ലാം പോയിൻ്റ് ഔട്ട് ഡയറക്ഷനിൽ വേണം സെറ്റ് ചെയ്തെടുക്കാൻ. എക്സ്ട്രാ ഗ്രിപ്പിന് വേണ്ടി നമ്മുടെ സെർവോ ഹോൺ നമ്മുടെ ലെഗിലോട്ട് ടൈറ്റ് ഫിറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കയറുന്നില്ല, അതുകൊണ്ട് നമ്മൾ വീണ്ടും പ്രിൻറ്റ് ചെയ്തെടുക്കേണ്ടി വരും. സോ ഇതാണ് മെയിൻ 3D പ്രിൻറ്റിൻ്റെ പ്രശ്നം. നമ്മൾ ടോളറൻസ് എപ്പോഴും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. സോ ആക്യുറസി കുറവായതുകൊണ്ട് തന്നെ. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പ്രിൻറ്റ് ചെയ്തെടുക്കാം. ഹൈ ആക്യുറസി ഉള്ള മെഷീൻ പാർട്സ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ ഇന്നത്തെ വീഡിയോയുടെ സ്പോൺസർ ആയിട്ടുള്ള JLC CNC നിന്ന് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. JLC CNC ഒരു ട്രസ്റ്റഡ് CNC മാനുഫാക്ചറിംഗ് പാർട്ണറാണ്. ഇവർ ഓഫർ ചെയ്യുന്ന ഫാസ്റ്റ്, അഫോർഡബിൾ ആൻഡ് ഹൈ പ്രിസിഷൻ കസ്റ്റം പാർട്സ് ആണ്. പ്രോട്ടോടൈപ്പിംഗ് മുതൽ സ്മാൾ ബാച്ച് പ്രൊഡക്ഷൻ വരെ നിങ്ങളുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ചുള്ള റിലയബിൾ ആയിട്ടുള്ള ക്വാളിറ്റിയിൽ ഇവർ ഡെലിവർ ചെയ്ത് തരും. അതുമാത്രമല്ല അൾട്രാ ഫാസ്റ്റ് ഡെലിവറിയാണ്. വിത്ത് 3 days കൊണ്ട് തന്നെ എവിടെ ആണെങ്കിലും നിങ്ങൾക്ക് ഇത് ഡെലിവർ ചെയ്ത് തരും. എൻ്റെ അടുത്തൊരു പ്രൊജക്റ്റിനായിട്ട് കുറച്ച് മെറ്റൽ ഗിയേഴ്സിൻ്റെ ആവശ്യമുണ്ട്. ജസ്റ്റ് ഓർഡറിന് ക്ലിക്ക് ചെയ്യുക, 3D മോഡൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുക. വൺസ് അപ്ലോഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഡിറ്റ് സ്പെസിഫിക്കേഷൻ കാണും. അവിടെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കസ്റ്റമൈസേഷൻ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ സെറ്റ് ചെയ്യുക, എന്നിട്ട് ഓർഡർ കൊടുക്കുക. ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്താക്കാം. അവിടെ നിങ്ങൾ ഓർഡർ ചെയ്യുവാണെങ്കിൽ $123 കൂപ്പൺ കോഡ് നിങ്ങൾക്ക് കിട്ടും. അതുമാത്രമല്ല $1 മുതൽ തന്നെ നിങ്ങൾക്ക് CNC പാർട്സ് ഇവിടുന്ന് ഓർഡർ ചെയ്യാം. സോ പ്രിൻറ്റിങ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൊടുത്തെടുക്കാം. ഇതാണ് നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാം. ഇതുപോലെ ആയിരിക്കും നമ്മൾ കൊടുത്തെടുക്കുന്നത്. നമ്മൾ പ്രോട്ടോടൈപ്പ് ബോർഡ് എടുത്തിട്ടുണ്ട്. നമുക്കിവിടെ വയേഴ്സ് ഒഴിവാക്കാൻ വേണ്ടി ESP32 S3യും അതുപോലെ തന്നെ നമ്മുടെ മൈക്കും കൂടെ ഇവിടെ കൊടുത്തെടുക്കാം. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ എല്ലാം കണക്ഷനും കൊടുത്തെടുത്തിട്ടുണ്ട്. ഇവിടെ 4 സർവോ ആയതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ വയറുണ്ട്. സോ അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ അതിന് തന്നെ പോസിറ്റീവ് നെഗറ്റീവ് 4 സർവോയുടെയും കൂടെ ഒറ്റ വയറിലോട്ടാക്കിയിട്ടുണ്ട്. സർവോയുടെ 4 സിഗ്നൽ വയേഴ്സ് നമുക്ക് ESP32 ഈ സ്ക്രീനിൽ കാണിക്കുന്ന പിൻ നമ്പറുമായിട്ട് കണക്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ആൾമോസ്റ്റ് കണക്ഷൻസ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് നമ്മൾ ഡിസ്പ്ലേയും കൂടെ കണക്ട് ചെയ്യാം. നമ്മളിവിടെ വയേഴ്സ് ഉപയോഗിച്ചാണ് ഡിസ്പ്ലേ കണക്ട് ചെയ്യുന്നത്. നമ്മൾ 3.3 വോൾട്ടും അതുപോലെ തന്നെ ഗ്രൗണ്ടുമാണ് ഡിസ്പ്ലേയോട്ട് കണക്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സിഗ്നൽ വയേഴ്സ് SDA7 SCL6 ആണ് നമ്മളിവിടെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കണക്ട് ചെയ്തെടുക്കാം. നമ്മളിവിടെ Arduino IDE യൂസ് ചെയ്തിട്ട് നമ്മൾ കോഡൊക്കെ ഫ്ലാഷ് ചെയ്തിട്ടുണ്ട് നേരത്തെ തന്നെ. സോ ഇതിൻ്റെ കോഡും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കാണും. സോ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഏത് ബാറ്ററി വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു 500 mAh ബാറ്ററിയാണ്. നിങ്ങൾക്ക് 1000 2000 ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും.
നമ്മളോട് ബോഡി പാർട്സ് എല്ലാം ടൈറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന M2 സ്ക്രൂസ് ആണ്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് നമ്മുടെ ആ ലെഗും കൂടെ ഒന്ന് സർവോയിലുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഡോഗാണെന്ന് തോന്നിക്കാൻ വേണ്ടി 2 ചെവിയും അതുപോലെ തന്നെ നമ്മുടെ ഒരു ടെയിലും കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ ഇതിന് വർക്ക് ചെയ്ത് നമുക്കൊന്ന് നോക്കാം. ഈ ചുമ്മാ നമ്മൾ എന്തു പറഞ്ഞാലും റെസ്പോണ്ട് ചെയ്യത്തില്ല. ഇതിൻ്റെ പേര് ഫസ്റ്റ് വിളിച്ച ശേഷം നമ്മൾ കമാൻഡ് കൊടുത്താൽ മാത്രമേ ഇത് റെസ്പോണ്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ടോമി സിറ്റ്. ടോമി ഡാൻസ് ഫോർ അവർ ഓഡിയൻസ്. Tommy, move forward. Tommy, move backward. സോ ഇത് മാത്രമല്ല, ഇനി കുറേയേറെ ട്രിക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്ക് ഈ വീഡിയോയ്ക്ക് അത് ഫുള്ള് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. സോ ഇതൊരു നല്ലൊരു റോബോട്ടാണ്. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നേരം ബൈ ബൈ.